എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തരാവാൻ ആഗ്രഹിക്കാത്തത് ആരാണ്? ഭഗവാന്റെ ഭക്തരാകാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഭഗവാന്റെ മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ദൈവചൈതന്യങ്ങളുടെയും പ്രിയപ്പെട്ടവരാകാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അല്ലെങ്കിൽ അമ്മയുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് എന്താണ്, മിക്കവരും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ചില ചൂണ്ടിക്കാട്ടലുകൾ ചിലപ്പോൾ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു മാറ്റമാകട്ടെ ഈ ഒരു വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കാം, ജീവിതത്തിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറുകയും ചെയ്യാം. ഭാഗവതത്തില് നാരദ മുനി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാന് പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്താണ്, ഭഗവാന് വെണ്ണയും ഓടക്കുഴലും മൈത്തിലിയും ഒക്കെ സമർപ്പിച്ചാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് സാരിയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചു കൊണ്ട് വച്ചാൽ മതിയോ? പോരാ. ഭാഗവതത്തില് നാരദ മുനി പറയുന്ന ഈ 3 കാര്യങ്ങളും കൂടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. ഭാഗവതത്തിൽ നാരായണ മുനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാൻ ജനാർദ്ദനന് പ്രിയപ്പെട്ടവനാകാൻ ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അതിലൊന്നാമത്തെ കാര്യം സഹജീവികളോടുള്ള ദയാപരമായിട്ടുള്ള സമീപനമാണ്. സഹജീവികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അതിലുൾപ്പെടും. മനുഷ്യര് മാത്രമല്ല, സഹജീവികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടും. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചോറ്റാനിക്കര അമ്മയുടെ കഥ തന്നെ എടുത്തു കഴിഞ്ഞാല്, ഒരു പശുക്കിടാവിനെ തന്റെ അച്ഛൻ വധിക്കാൻ പോയപ്പോൾ ഒരു മകൾ എന്ത് ചെയ്തു? അത് തടഞ്ഞു അല്ലെ. മകള് പറഞ്ഞു, അച്ഛാ, എന്താണ് അവിടുത്തെ വേടന്മാരായിരുന്നു, കാട്ടാളന്മാരായിരുന്നു അവര്. അച്ഛാ, ഒരിക്കലും ഈ പശുവിനെ കൊന്നിട്ട് മാംസം കഴിക്കരുത്. അച്ഛന് മാംസമാണ് വേണ്ടതെങ്കിൽ എന്റെ ശരീരത്തിലെ മാംസം അവിടുന്ന് സ്വീകരിക്കും. പശുവിനെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ അച്ഛൻ എന്ത് ചെയ്തത്? മനസ്സ് മാറിയതും ആ പശുവിനെ വെറുതെ വിട്ടതും. തന്റെ മകളുടെ അകാലമായ വിയോഗം താങ്ങാനാകാത്ത അച്ഛൻ എന്ത് ചെയ്തു? പിന്നെ ആ പശുവിനെ തന്റെ മകളായിട്ട് നോക്കി വളർത്താൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ പശുവും എന്തായി? പശു ഒരു കല്ലായിട്ട് മാറി. അതും ആ അച്ഛന് താങ്ങാൻ കഴിഞ്ഞില്ല. ആത്മഹത്യക്ക് ഒരുങ്ങി അച്ഛൻ. അപ്പോഴാണ് നാരദമുനിയുടെ സ്വപ്നദർശനം ഉണ്ടായതും ഇത് സാധാരണ പശുവല്ല, ലക്ഷ്മി നാരായണ സ്വാമികളുടെ ചൈതന്യമുള്ള പശുവായിരുന്നു. ഈ ഒരു കല്ല് ലക്ഷ്മി നാരായണ വിഗ്രഹമാണെന്നും ആ ലക്ഷ്മി നാരായണന്മാരായിട്ട് പൂജിക്കണമെന്നൊക്കെ പറഞ്ഞു, ദേവിയായിട്ട് പൂജിക്കണമെന്നൊക്കെ പറഞ്ഞു കഥകളുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു മലയരയന്റെ വീടിരുന്ന സ്ഥലമാണ് ഇന്നത്തെ ചോറ്റാനിക്കര അമ്പലം എന്നും അന്ന് ആ പശു കല്ലായിട്ട് മാറിയതാണ് ഇപ്പോഴത്തെ മൂലവിഗ്രഹം എന്നൊക്കെ ഒരു വിശ്വാസവും കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വരുന്നത്? വേറെ ഒന്നുമല്ല, സഹജീവികളെയും ദൈവ ചൈതന്യമായിട്ട് കാണാൻ പഠിപ്പിച്ച നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് നാരദമുനി ഇങ്ങനെ പറയുന്നത്, സഹജീവികളോടുള്ള ദയ, അതായത് സഹജീവികളും ഭഗവാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നുണ്ടോ, അവനാണ് യഥാർത്ഥ ഭക്തൻ, ജനാർദ്ദന പ്രിയൻ എന്ന് പറയാം. അടുത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കിട്ടുന്നത് കൊണ്ടുള്ള തൃപ്തിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മറ്റുള്ളവർക്ക് എന്തുണ്ട്, എനിക്കതില്ല, അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തരാകുക. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ അല്ലെ. മറ്റുള്ളവർക്ക് ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് നമുക്കില്ലാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ഭഗവാനും അത് ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തുഷ്ടരായിട്ട് ജീവിക്കുക. ബാക്കി എല്ലാം ഭഗവാൻ തന്നോളൂ കേട്ടോ. അവരെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്, തൃപ്തരായിട്ട് ജീവിക്കുന്നവരെ. അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം സകല ഇന്ദ്രിയ നിയന്ത്രണമാണ്. സകലമാന കാമ ക്രോധ ലോഭ മോഹം എല്ലാം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഉത്തമനായിട്ടുള്ള ഭക്തന് വേണ്ട ഗുണങ്ങളാണ് ഇവയെല്ലാം. കാരണം അമിതമായിട്ട് ഒന്നിനെ കുറിച്ചും ആകുലതപ്പെടാതിരിക്കുക, അമിതമായിട്ട് ഒന്നും ആഗ്രഹിക്കാതിരിക്കുക.
എല്ലാ മനുഷ്യർക്കും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹം, അല്ലേ? പക്ഷെ അത് നടക്കാറില്ല. ജീവിതം അങ്ങനെയാണ്. എപ്പോഴും സന്തോഷം മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം ആവില്ലല്ലോ. ദുഃഖങ്ങൾ അതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഗ്രഹിക്കാതിരിക്കുക. ഇപ്പോൾ വിശപ്പാണെങ്കിലും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും അമിതമായിട്ട് അത് ചെയ്യാതിരിക്കുക ജീവിതത്തിൽ. നമ്മുടെ ഈ കാശ് സമ്പാദനമൊക്കെ ഒരുപാട് സമ്പാദിക്കേണ്ട കാര്യം സമ്പാദിക്കാം, നമുക്ക് കഴിയണ അത്രയും സമ്പാദിക്കാം. കാശിന് വേണ്ടിയിട്ട് ധർമ്മത്തെ വിട്ട് ഒരിക്കലും പെരുമാറരുത്. കാശ് നമുക്ക് വേണം, പക്ഷേ അത് അധാർമികപരമായിട്ട് സമ്പാദിക്കരുത്. സത്യസന്ധമായിട്ട് അത് സമ്പാദിക്കുക. സത്യസന്ധമായിട്ട് സമ്പാദിക്കുന്ന കാശ്, പണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണ്, നശ്വരങ്ങളാണ്. അതായത് നമ്മുടെ തലമുറകൾ തോറും സമ്പാദ്യം നിലനിൽക്കണമെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള പണമായിരിക്കണം, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോന്നായിരിക്കും ആസക്തി തരുന്നത്, അല്ലേ? സന്തോഷം തരുന്നത്. അപ്പോൾ അവയെല്ലാം അമിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമിതമായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക, ആവശ്യത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അത് ഭക്തിയുടെ ഏറ്റവും വലിയൊരു ലക്ഷണം തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് ആദ്യം പറഞ്ഞ സഹജീവികളോടുള്ള ദയയിൽ ഉൾപ്പെടും. ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ ഭക്ഷണം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുത്തു നോക്കൂ. നിങ്ങളിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ചെല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ, ഏത് അമ്പലത്തിലാണെങ്കിലും നിങ്ങൾ കയറി ചെല്ലുന്നതിന് മുന്നേ ഒരാൾ വിശന്നിരിക്കുകയാണ് അവിടെ. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരെ കണ്ടാൽ അറിയാം വിശന്ന് തളർന്ന് ബുദ്ധിമുട്ടിലിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ. നിങ്ങളായിരിക്കും അവിടെ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്തൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്തി എന്ന് പറയാനുള്ള യോഗ്യതയും അർഹതയും ഉള്ളൂ. അല്ലാത്ത ആർക്കും അങ്ങനെ ഒരു അർഹതയുണ്ടെന്ന് തോന്നുന്നില്ല. ഭഗവാന്റെ കണ്ണിൽ കാണില്ല, പുറമേ കാണും, അത് ഉറപ്പാണ്. പുറമേ ചന്ദനക്കുറിയിട്ട് പ്രസംഗിച്ച് നടക്കുന്നവർക്കെല്ലാം ഭക്തര് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്, അല്ലെ? അത് മാത്രമല്ല ഭക്തി എന്ന് പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ജനിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും. വീണ്ടും പറയാനും ആരും പെർഫെക്റ്റ് അല്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് പറഞ്ഞു തരുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരുമെന്ന് ഭഗവാന്റെ നാമത്തിൽ ഞാനും ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹം നന്നാവും എന്നുള്ളതിന് ഒരു സംശയമില്ല, അല്ലേ? നല്ലൊരു വ്യക്തി ഒരാള് വിചാരിച്ചാൽ മതി എത്ര പേര് നന്നാക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരുപാട് പേര് നല്ല വഴിയിൽ കൊണ്ടുവരാൻ കഴിയും. അതിനാണ് ഭഗവാൻ എല്ലാവർക്കും ഓരോ നിയോഗം കൊടുക്കുന്നത്. അങ്ങനെയുള്ള നല്ല വഴികളിൽ മറ്റുള്ള ഭക്തരെ എത്തിക്കുമ്പോഴാണ് നമ്മളും എന്താകുന്നത്, ഒരു നല്ല ഭക്തനെന്ന് ഭഗവാന് തോന്നുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കൂ. അപ്പോൾ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ.